കൃഷി ഒരു സംരംഭമായി. അവാർഡ് ജേതാവായ കർഷകൻ സുജിത് എസ്.വിയുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. സുജിത് സർ, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമസ്കാരം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് താങ്കളൊരു MBA ഗ്രാജുവേറ്റ് ആയിരുന്നു, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് ഈ കൃഷിയിലോട്ട് ഓൾ ഓഫ് എ സഡൻ എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്തത്? ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് 2005-06 അപ്പം ഹിന്ദുജി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. സോ ബിഫോർ ഗെറ്റിംഗ് സാലറി എനിക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റാണ് കിട്ടിയത്. ഫുഡ് പോയ്സണായിട്ട് 2 days ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോൾ അവിടെയും തുടങ്ങിയ ഒരു സ്പാർക്കാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ശരീരം, നമുക്ക് ഫുഡാണ് മെയിൻ സാധനം എന്ന് കണ്ടിട്ടാണ് ഞാൻ നല്ല ഫുഡ് സേഫായിട്ടുള്ള കാര്യം. നമുക്ക് ഫുഡ് പോയ്സൺ വന്നവർക്ക് അറിയാം, നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു തോട്ടിലേക്ക് വന്നത്. സേഫ് ഫുഡ് എങ്ങനെയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? അത് ഞാൻ കുറച്ചുകൂടി അലേർട്ടായി, നമ്മുടെ ഫുഡ് കഴിക്കുന്ന കുറച്ച് അലേർട്ടായി. പിന്നെ ആ സമയത്ത് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ ഒരു ആർട്ടിക്കിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാത്തിലും വിഷാംശമുണ്ട് അങ്ങനെയൊക്കെ. എന്നാലും ആ ഒരു കോർപ്പറേറ്റ് ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഒരു അഗ്രികൾച്ചറിലോട്ട് വരണം, അതൊരു ഡിസിഷൻ കുറച്ച് ടഫ് ആയിരുന്നില്ലേ? അത് സഡൻലി അല്ല. അപ്പം 2008-09 ഞാൻ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ടെറസ് ഫാമിംഗ് ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ താമസിച്ച വീട്ടിൽ തന്നെ. അത് കഴിഞ്ഞ് 11-12 ആണ് ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള സ്പാർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നീസ് കസിൻ്റെ മോൾക്ക് ക്യാൻസർ ആയിരുന്നു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പം ആ ഒരു സമയത്താണ് അവരുടെ കൂടെ ഞാൻ ട്രീറ്റ്മെൻറ്റിലുള്ള സമയത്ത് മനസ്സിലായി നമ്മുടെ ശരീരം കേടായി കഴിഞ്ഞാൽ, കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് റിപ്പയർ. അപ്പോൾ അങ്ങനെയാണ് സീരിയസ് ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കാൻ തുടങ്ങിയത്. പിന്നെ 2015 കല്യാണം കഴിഞ്ഞു. വൈഫ് സുജിതയാണ്. 2017 മോൻ ജനിച്ചു, ആരവ്. വൈഫ് ക്യാരിയിങ് ആയ മുതലാണ് എനിക്ക് ചെറിയൊരു ടെൻഷൻ. കാര്യം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. സോ ഐ ഹാവ് ടു ടേക്ക് കെയർ. ആ ഒരു ഇതിലാണ് ഞാൻ സഡൻ ഡിസിഷൻ അല്ല, കുറച്ച് സ്ലോലി കുറേ റിസർച്ച് ചെയ്തു. ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. പിന്നെ എൻ്റെ കുറേ സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഇനിഷ്യലി ഫാമിങ്ങിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ ഫാമിങ്ങിന് വേണ്ടി വന്ന ഇവിടെ ഡയറക്റ്റ് സെൻറ്റ് സേവിയർ കോളേജുമായിട്ടല്ലേ ഒരു? അല്ല, അത് ഞാൻ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ എത്തുന്നത് വളരെ ലേറ്റായിട്ടാണ് വന്നത്. 2021 കോളേജിലോട്ട് എത്തിയത്. പക്ഷേ അതിന് മുമ്പ് ഇപ്പോൾ ഇനിഷ്യലി ഞാൻ നമ്മുടെ വെജിറ്റബിൾ കർഷകർ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ പ്രൊക്യൂർ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കർഷകർ ഈ പ്രോട്ടോകോൾസ് പാലിക്കുന്നില്ല, പിന്നെ കമ്മിറ്റ്മെൻ്റ് ഇല്ല, നമുക്ക് പറയുന്ന സാധനം തരത്തില്ല. അങ്ങനെ കുറച്ച് ചില ഫാമേഴ്സ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഏകദേശം 1.5 വർഷം അങ്ങനെ പോയി കിട്ടി. ഒരു പരാജയമാണ്. രണ്ടാമത് ഞാൻ കോൺട്രാക്ട് ഫാമിംഗ് ചെയ്തു. നമ്മുടെ കുറച്ച് കർഷകർ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ ചെയ്തു ട്രഡീഷണൽ മെത്തേഡിൽ. പക്ഷേ അതും ഏകദേശം അതൊരു 1-2 വർഷത്തോളം പോയി. പക്ഷെ അതും ഫെയിലൂറായി, കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പിന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് ആ ഒരു സ്ഥലം ആ ഫാർമറിൽ നിന്ന് ഞാൻ ലീസിനെടുത്തിട്ട് 3 ഏക്കർ ചെയ്തു. അപ്പോൾ ആ തുടക്കത്തിൽ നമ്മൾ എൻ്റെ മൊത്തത്തിലുള്ള പരാജയങ്ങൾ മൊത്തം നോക്കിയപ്പോൾ ലേബറാണ് ഏറ്റവും കൂടുതൽ പോയത്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമനൻറ്റ് എംപ്ലോയീസിന് ITI കഴിഞ്ഞാൽ കുറച്ച് ചെറുപ്പക്കാരെ വെച്ചു. അതാകുമ്പോൾ അവർക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ല. അപ്പം അങ്ങനെ ചെയ്തു. പിന്നെ മെക്കനൈസേഷൻ, ഫാം മെക്കനൈസേഷൻ, അതാണ് ഏറ്റവും ടേണിംഗ് പോയിന്റ്. നമുക്ക് മാക്സിമം നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും ടൈം സേവിങ്സ് ചെയ്യും, എനർജി ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാം മെക്കനൈസേഷനാണ്. അപ്പോൾ അങ്ങനെ മെക്കനൈസേഷൻ ചെയ്തു, അതിൻ്റെ ട്രെയിനിങ് എല്ലാം എടുത്തു. പിന്നെ ഇതിനിടയ്ക്ക് യൂണിവേഴ്സിറ്റിയുടെയും കേരള അഗ്രി യൂണിവേഴ്സിറ്റിയുടെയും ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ട്രെയിനിങ് എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഓൾ കേരള നമ്മൾ യാത്ര ചെയ്ത് പല ഫാമേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, അവരുടെ ഇതെല്ലാം കുറേ റിസർച്ച് ചെയ്തു. ഇതിനകത്ത് സഡനായിട്ട് ഇറങ്ങിയതല്ല, അപ്പം അങ്ങനെയാണ് ഇറങ്ങിയത്. പിന്നെ ഒബിയസ്ലി നമ്മുടെ സൊസൈറ്റി കർഷകനായിട്ട് ആരും അംഗീകരിച്ചില്ല, പ്രൊഫഷനായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ പ്രശ്നം ഞാനും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലി ക്വിറ്റ് ചെയ്തിട്ട് പല ഫംഗ്ഷന് പോകുമ്പോഴും ബന്ധുക്കളായിരുന്നാലും റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, റെസ്യൂം അയച്ചു തരും, ഞങ്ങൾ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ലക്ഷ്യമുണ്ട് അതിലേക്ക്. കാര്യം എൻ്റെ മോൻ കുഞ്ഞിലെ എന്നെ വിളിക്കുന്ന മിന്നാമിന്നിന്ന്. കാര്യം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വെട്ടുന്ന രാത്രിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി എൻ്റെ മോനെ ഫാമിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പം അവനും കുറച്ച് കൃഷിയായിട്ട് താല്പര്യം വന്നു, ആരവിന് ചെയ്തു. പിന്നെ ഒത്തിരി പരാജയങ്ങളുണ്ട്. അപ്പം ഞാൻ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ എത്തുമ്പോൾ ഞാൻ ഈ കോസ്റ്റൽ ഏരിയയിൽ ഒരാൾക്ക് ഫാം ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ സാൻഡി സോയിലിൽ എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു ചെയ്യാൻ പറ്റും, പക്ഷേ ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ 95 ഏക്കർ സ്ഥലമുണ്ട് തുമ്പയിൽ. അപ്പോൾ അവിടെ ആദ്യം ഒരു 5 ഏക്കർ എനിക്ക് അവിടുത്തെ ഒരു ഫാദർ, അച്ഛൻ ആദ്യം ഡൗട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ. ഓക്കെ, പിന്നെയാണ് എനിക്ക് 5 ഏക്കർ തന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് ചെയ്തു. എനിക്ക് ആ സമയത്താണ് കഠിനകുളം കൃഷിഭവൻ്റെ ഫസ്റ്റ് അവാർഡ് കിട്ടി. ഒരു ഭാഗ്യം എന്ന് പറയാനായിട്ട് എൻ്റെ മോനും ചെറിയ കൃഷി ടെറസ് ഫാമിംഗ് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ എനിക്ക് ഫസ്റ്റ് അവാർഡ് കിട്ടിയ സമയത്ത് എൻ്റെ മോനും ശ്രീകാര്യം കൃഷിഭവൻ്റെ കുട്ടി കർഷകൻ അവാർഡ് കിട്ടി. ഞങ്ങൾക്ക് ആ സമയത്ത് അത്രയും അതിന് ഇമ്പോർട്ടൻസ് ഫീൽ. പക്ഷേ ഇപ്പം നമ്മൾ കുറേ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വലിയൊരു അതെ ഭയങ്കര അംഗീകാരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 20 ഏക്കേഴ്സ് ലീസ് എടുത്ത് അവിടെ ഒരു വലിയ തോതിൽ തന്നെ നിങ്ങൾ ഫാമിംഗ് തുടങ്ങി. അപ്പം മനസ്സിലാക്കുന്ന നിങ്ങളുടെ ഒരു മെയിൻ എയിം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സേഫ് ടു ഈറ്റ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ്. ഈ ഒരു കോൺസെപ്റ്റ് ആൾക്കാർ ജൈവ കൃഷിയെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പം ഭയങ്കരമായിട്ട് അവെയർ ആണ്.
പക്ഷേ നമ്മൾ ജൈവകൃഷി ചെയ്യുമ്പോൾ എന്തായാലും ഒത്തിരി വെല്ലുവിളികളുണ്ട്. അപ്പോൾ ഈ സേഫ് ടു ഈറ്റ് ഫുഡ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്തുവാണിത്? ഞാൻ ആക്ച്വലി തുടക്കത്തിൽ ഓർഗാനിക്കാണ് പോയത്, ജൈവകൃഷിയാണ് ചെയ്തത്. പക്ഷേ ഒത്തിരി പരാജയങ്ങൾ വന്നു. അപ്പം പിന്നെയാണ് ഞാൻ കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചപ്പോഴാണ് നമ്മൾ മനുഷ്യൻ പോലും 100% ആയുർവേദം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ മോഡേൺ സയൻസിനെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം പിന്നെ യൂണിവേഴ്സിറ്റി ട്രെയിനിങ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ സേഫ് ടു ഈറ്റ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് പെസ്റ്റ് ആൻഡ് ഡിസീസ് എപ്പോഴും ഉണ്ടാവും. നമ്മൾ എന്ത് കൃഷി ചെയ്താലും പെസ്റ്റ് ആൻഡ് ഡിസീസും വരും. അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞാൽ കുറേ പ്രോട്ടോകോൾസ്, നമ്മളത് ഈ നമ്മളിപ്പോൾ കേടായി നിൽക്കുന്ന കായ്കൾ നമ്മളപ്പോൾ തന്നെ പറിച്ച് മാറ്റുന്നു, ഇലകൾ ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. പിന്നെ നമ്മൾ നീം ഓയിൽ, നമ്മളെ സൂഡോമോണസ്, വാം, ഇങ്ങനെ കുറേ പെസ്ലോമൈസസ്, ഇങ്ങനെ കുറേ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇൻവെൻറ്റ് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം യൂണിവേഴ്സിറ്റി അവൈലബിൾ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞാൽ നമ്മൾ പ്ലാന്റിൻ്റെ ഹെൽത്ത്, നമ്മൾ ന്യൂട്രിയൻസ് കറക്റ്റ് സമയത്ത് കൊടുത്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് നിർത്തുക. ആ ന്യൂട്രിയൻറ്റ് നമുക്ക് ഓർഗാനിക് ആവണമെന്നൊരു ഇതില്ല. അല്ല, പ്ലാന്റിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന സാധനം ഓർഗാനിക് ആണോ കെമിക്കലാണോ എന്ന് അറിയില്ല. അതിന് കൊടുക്കുന്ന ന്യൂട്രിയൻസ് ഓരോ ടൈമിൽ ഇപ്പം നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഗ്രോയിങ് സ്റ്റേജിൽ നൈട്രജൻ കൂടുതൽ വേണം, പിന്നെ ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പം പൊട്ടാഷ്യം വേണം, പിന്നെ ഫ്രൂട്ടിങ് ടൈമിൽ ബോറോൺ കാൽസ്യം വേണം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിലും അതിന് കൊടുക്കുന്ന ഏതാണ് അതെടുത്തോളും. ഈവൻ നമ്മളിപ്പം എനിക്ക് പശുവില്ല, ഓർഗാനിക് അല്ല എന്ന് പറയാൻ കാര്യം ഞാൻ പല ഡയറി ഫാമിൽ നിന്നും പോൾട്രി ഫാമിൽ നിന്നും മെനൂർ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊന്നും 100% ഓർഗാനിക് മെത്തേഡല്ല അതിന് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ കാറ്റൽ ഫീഡും പോൾട്രി ഫീഡും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഒബ്വിയസ്ലി എൻ്റെ ഓർഗാനിക് എന്നുള്ള സംഭവം എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓർഗാനിക് മെനൂർ ഇട്ടാൽ നമ്മൾ അത്യാവശ്യം നല്ല ഓർഗാനിക് മെനൂർ കൊടുക്കും. ഏകദേശം ഒരു സെൻറ്റിൽ നമ്മൾ 350-400 കിലോ ഓർഗാനിക് മെനൂർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ബണ്ട് മൾച്ചിങ് ഫിലിമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ 30 മൈക്രോൺ ഉപയോഗിക്കുന്നുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കഴിയുന്നതും പ്ലാന്റിനെ ഹെൽത്തി ആയിട്ട് നിർത്താൻ നോക്കാറുണ്ട്. അപ്പം അതിനകത്ത് ഓർഗാനിക് നിർബന്ധമല്ല, പക്ഷെ നമ്മൾ ജുഡീഷ്യസ് അല്ലാതെ മറ്റേ ഇൻഓർഗാനിക് കാര്യങ്ങളും ചെയ്യുന്നില്ല. അല്ല, കറക്റ്റ്. അത് പിന്നെ നമ്മൾ കഴിയുന്നതും സയൻറ്റിഫിക് മെത്തേഡാണ്. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ കേരള അഗ്രി യൂണിവേഴ്സിറ്റിയിൽ കർഷക സാന്ത്വന വിങ്ങുണ്ട്, അവരുടെയും പിന്നെ KVK ഉണ്ട്, IHR ബാംഗ്ലൂർ, എല്ലാം നമ്മൾ കാര്യം എൻ്റെ ഈ 3 വർഷ യാത്രയിൽ കുറേ കൊളാബറേഷൻസ് ഉണ്ടാക്കി വെച്ചാൽ ഈവൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വലിയമ്മൽ. അപ്പോൾ ഇങ്ങനെ കുറേ കൊളാബറേഷൻ ഉണ്ടാക്കി വെച്ചത്. അപ്പം നമ്മൾ ഇനി ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ജനങ്ങൾക്ക് ശരീരമായിട്ട് നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശ്രീ സാർ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് സേഫ് ടു ഈറ്റ് ഫുഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ ഈ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ചെടിക്ക് വളരണമെങ്കിൽ ആവശ്യമുള്ള മൂലകങ്ങൾ വേണമല്ലോ. അപ്പം നിങ്ങളുടെ ഒരു ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വളം കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് എങ്ങനെയാണ്? നമ്മൾ ഓരോ പ്ലാന്റിനും നമ്മൾ ആവശ്യം പോലെ ഓർഗാനിക് മിനറൽ കൊടുത്തിട്ടുണ്ട് നടിയിൽ. അത് ജൈവമായിട്ടാണ് നമ്മൾ കമ്പോസ്റ്റിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാൻഡി സോയിലായതുകൊണ്ട് നമുക്ക് കൂടുതലും നമ്മൾ ചാണകത്തോടൊപ്പം ചകിരിച്ചോറ് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം മണ്ണിൽ ഈർപ്പം നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനെ നമ്മൾ ഈ സൂഡോമോണസ്, വാം, ഇങ്ങനത്തെ കുറച്ച് ബാക്ടീരിയസ്, ഫംഗസ് ഒക്കെ ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് പ്ലാന്റിനെ മാക്സിമം ഹെൽത്തിയായി നിർത്തുന്നുണ്ട്. പിന്നെ വാട്ടർ സോൾബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മൾ NPK, കാൽസ്യം, മാഗ്നീഷ്യം, ബോറോൺ, പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഓരോ ഇടവേളകളിലും നമ്മൾ സമയത്തനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൊടുത്ത് പ്ലാന്റിനെ ഹെൽത്തിയായിട്ട് നിർത്തുന്നു. ഈവൻ യൂണിവേഴ്സിറ്റി ലെവലിൽ നമുക്ക് പല സയൻറ്റിസ്റ്റുകളും നമ്മുടെ ഫാമിൽ വന്ന് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ സാമ്പിൾസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു മ്യൂച്വലി നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ഈ വാട്ടർ സോല്യൂബിൾ വളങ്ങൾ നമുക്ക് കൊടുക്കണമെങ്കിൽ അതേമാതിരിയുള്ള ഫെർട്ടിഗേഷൻ ചെയ്യാനുള്ള സംവിധാനം നമുക്ക് വേണം. അപ്പോൾ അത് എങ്ങനെയാണ്? ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്? നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ, ഫുൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോമേഷൻ നമ്മൾ ഇറിഗേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ ഫെർട്ടിഗേഷൻ നമ്മൾ ജലത്തോടൊപ്പം നമ്മൾ ഈ വാട്ടർ സോൾബിൾ വളങ്ങൾ ചേർത്ത് നമ്മൾ വെഞ്ചുറി എന്നൊരു സിസ്റ്റം ഉണ്ട്, നമ്മൾ അതുവഴി വിടുന്നത്. പിന്നെ ഇറിഗേഷൻ നമ്മൾ ഓപ്പൺ വെല്ല് ഉപയോഗിക്കുന്നുണ്ട്, ബോറും ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമുക്ക് 2 ഫാമിലും കൂടെ അത്രയും ഏകദേശം ഒരു 1.25 ലക്ഷം പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഫിൽട്ടർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ സാൻഡ് ഫിൽട്ടർ, ഡിസ്ക് ഫിൽട്ടർ, ഇങ്ങനെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഫിൽറ്ററിങ് എല്ലാം കാര്യം നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ അടഞ്ഞു പോകാൻ സാധ്യത നമ്മൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ജൈവ രീതിയിൽ നമ്മൾ കുറച്ച് നമ്മുടെ ജീവാമൃതം, പഞ്ചഗവ്യം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഡ്രിപ്പിൽ കൂടി വിടത്തില്ല, നമ്മൾ സ്പ്രെയർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡയറക്റ്റ് കാര്യം ഡ്രിപ്പിൽ കൂടി വിടുവാണെങ്കിൽ നമ്മൾ ഡ്രിപ്പ് അടയാൻ സാധ്യതയുണ്ട്, ക്ലോയിങ് വരാൻ സാധ്യതയുണ്ട്. കർഷകരെല്ലാവരും നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കീടങ്ങളും രോഗങ്ങളുമാണ്, പെസ്റ്റ് ആൻഡ് ഡിസീസസ്. അത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ, അതൊരു സേഫ് ടു ഈറ്റ് ഫുഡിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് പാടല്ലേ അത്? അല്ല, അത് നമ്മുടെ സേഫ് ടു ഈറ്റ് നേരത്തെ പറഞ്ഞാൽ നമ്മൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് അറ്റാക്ക് വന്ന് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആ റിമൂവ് ഇൻഫെക്റ്റഡ് ഏരിയ നമ്മൾ കുറച്ചുകൂടി കെയർ കൊടുക്കും. നമ്മൾ ലീഫാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും, ഫ്രൂട്ട് ആണെങ്കിൽ കുറച്ചും കൂടെ അത് ലേബർ ഇൻറ്റൻസീവ് അല്ലേ? നമുക്ക് അത്രയും ഒരു വലിയ ഫാം ആകുമ്പം എല്ലാം പോയി നോക്കി ചെയ്യും. അത് ഡെഫിനറ്റ്ലി ചെയ്യണം. കാരണം എൻ്റെ ടീമിൽ ഏകദേശം 18 പേരുണ്ട്. പിന്നെ BSc ഗ്രാജുവേറ്റഡ് ഉണ്ട്, BHSC കഴിഞ്ഞ ആളുണ്ട്,
മാനേജർ, സൂപ്പർവൈസർ. ആക്ച്വലി ഐ കൺസിഡർ ദിസ് എ പ്രൊഫഷണൽ ജോബ്. ഒരു പ്രൊഫഷണൽ ജോബായിട്ട് കൺസിഡർ ചെയ്താൽ ഞങ്ങൾ ഇപ്പോൾ ഹാർവസ്റ്റ് നമ്മുടെ ടീം ട്രെയിൻഡ് ടീമാണ്. അപ്പോൾ ഹാർവസ്റ്റിംഗ് പോകുമ്പോഴും അവർ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ അവർ എന്തെങ്കിലും പെസ്റ്റ് ഡിസീസ് ഉണ്ടെങ്കിൽ അവരപ്പം ഫോട്ടോ എടുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ടീം ഉള്ളതുകൊണ്ട് എന്തായാലും ഏതെങ്കിലും ഭാഗത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഹാർവസ്റ്റിംഗ് ഇല്ലാത്ത ഏരിയ ആണെങ്കിലും ജസ്റ്റ് നമ്മൾ നടന്നിട്ട് നോക്കിയിട്ട് അതുപോലെ പ്ലാന്റ് നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ ഈ വിൽട്ട് പോലുള്ള സാധനങ്ങൾ കാണുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാടിക്കിടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിൽ നമ്മൾ അവരുടെ സപ്പോർട്ട് എടുക്കും. നമ്മൾ ഈ കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ടോ? അതെല്ലാം നമ്മൾ ഓൺ റെക്കമെൻഡേഷൻ. നമ്മൾ അതായത് നമുക്ക് ഇതിനകത്തൊരു സേഫ്റ്റി കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മളിപ്പം ന്യൂജൻ കെമിക്കൽസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമ്മൾ തലമുറ അതെന്ന് പറഞ്ഞാൽ നമുക്ക് സേഫ് ആണ്. അത്രയും R&D ചെയ്തിട്ട് ഒത്തിരി കമ്പനീസ് ഉണ്ട്, അവരുടെ എല്ലാം നല്ല സാധനങ്ങളാണ്. നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ ഇത് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ആ ഇൻ്റർവെല്ലിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. കാര്യം നമ്മൾ കൊമേഴ്ഷ്യലി ചെയ്യുമ്പോൾ ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ എന്തായാലും പെസ്റ്റ് ഡിസീസ്, ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഓബിയസ്ലി പുഴു വരും, പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന് നമ്മൾ 100% നമ്മൾ ഓർഗാനിക് മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്, ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷേ ഞാൻ മാക്സിമം ചെയ്തിട്ട് എനിക്കത് വെയിറ്റിംഗ് പീരീഡ് നമ്മൾ ഫോളോ ചെയ്താൽ പ്രത്യാഘാതം ഒത്തിരി അതിൻ്റെ റെസിഡ്യൂ ഉണ്ടാവില്ല അതിനകത്ത്. കാര്യം ഞങ്ങൾ യൂണിവേഴ്സിറ്റി ലെവലിലും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാറ്, അവർ സാമ്പിൾസ് എടുത്തിട്ട് പോകാറുണ്ട്. അത്യാവശ്യം മനുഷ്യന് ഹാനികരമായിട്ടൊന്നുമില്ല. കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം, എനിക്ക് എൻ്റെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന പച്ചക്കറി മാത്രമേ ഞങ്ങൾ മാർക്കറ്റിൽ വിടത്തുള്ളൂ. ആ ഒരു ഗ്യാരണ്ടി, അതെ, ആ ഒരു ഗ്യാരണ്ടി എന്തായാലും. കാര്യം എല്ലാവരും ജീവിക്കുന്ന ഭക്ഷണത്തിൽ ഇതിനൊരു എത്തിക്സ് ഉണ്ട്. കാര്യം ഭക്ഷണത്തിൽ എല്ലാവരും ചെയ്യും. അപ്പം നമ്മൾ അതിനകത്ത് നമ്മൾ മായം കലർത്തി ജീവിച്ച് ബിസിനസ്, ദിസ് ഇസ് നോട്ട് മൈ ബിസിനസ്. ഇതെനിക്കൊരു എന്താ പറയുക, നമ്മുടെ ഹാപ്പിനെസ് ആണ്. കാര്യം എൻ്റെ വെജിറ്റബിൾസ് കഴിക്കുന്ന ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ സമയത്ത് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്. പിന്നെ താങ്കൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് അല്ലേ ചെയ്യുന്നത്? അതെ, മിനിമൽ ഡിസ്റ്റർബൻസ് ചെയ്തിട്ട് ഫാമിംഗ് ചെയ്യുന്ന, ലേബർ കുറവ് മതി. ഇതിനെ കുറിച്ചൊന്ന് പറയാമോ, എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് മെക്കനൈസേഷനാണ്, ഫാം മെക്കനൈസേഷൻ. അപ്പോൾ ഞങ്ങൾക്ക് ട്രാക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രാക്ടറുണ്ട്, ബ്രഷ് കട്ടറുണ്ട്, നമ്മൾ മരം മുറിക്കാനുള്ള ചെയിൻ സോ ഉണ്ട്, ടില്ലർ മെഷീൻസ് ഉണ്ട്. അപ്പോൾ വീഡിങ്ങിനാണ് നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ സാൻഡി സോയിലിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിങ് ഭയങ്കര ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് കാര്യം സോഫ്റ്റ് കള പറിക്കാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ വേറെ ഓട്ടം നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ബണ്ട്, നമ്മൾ ഈ മൾച്ചിങ് പ്ലേം ഇടുന്ന ബണ്ട് ഫോം ചെയ്യും. ബണ്ട് ഫോം ചെയ്യുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്കുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ നെക്സ്റ്റ് മെനുവർ, ഓർഗാനിക് മെനുവറാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഒരു സെൻറ്റിൽ ഏകദേശം 350-400 കിലോ ഓർഗാനിക് മെനുവർ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന 1.2 മീറ്റർ, അതായത് 120 സെൻറ്റിമീറ്റർ മൾച്ചിങ് ഫില്ലുമാണ്. അപ്പോൾ നമുക്ക് 2 റോ ആയിട്ട് നടാൻ പറ്റും. ഡയറക്റ്റ് മെഷീൻ വെച്ച് മൾച്ചിങ് ഇടുന്നതും നമ്മൾ മെഷീനാണ്, നമ്മൾ ഡ്രിപ്പ് ഇടുന്നതും മെഷീനാണ്. അപ്പം ഇതെല്ലാം നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കാര്യം കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ ബാരാമതി KVK പോയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റഡീസ് ആയിട്ട്. കാര്യം അവർക്ക് ഷുഗർ കെയിൻ ഫാമിംഗ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്നത് AI ഡ്രിവൻ ആണ്, മൈക്രോസോഫ്റ്റിൻ്റെ സപ്പോർട്ട് കൂടി. അപ്പം അവിടെ പഠിക്കാൻ വേണ്ടി 3 ദിവസം നിന്നു. അപ്പം അങ്ങനെ ആ സമയത്ത് ഞാൻ കുറേ ഫാമസ് ഫീൽഡിൽ പോയി ഈ വർക്ക്ഷോപ്പ് മെഷീൻസ് ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പ് അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. പക്ഷേ അത് എൻ്റെ ഫാമിലി ഏകദേശം ഇപ്പോൾ ഒരു 80% ഞങ്ങൾ മെക്കനൈസ്ഡ് ആണ്. നമ്മൾ നടുന്നത്, ഹാർവസ്റ്റിംഗ്, ഇതൊക്കെയാണ് നമ്മൾ മാനുവലി ചെയ്യുന്നത്. ബാക്കിയെല്ലാം മെക്കനൈസ്ഡ് ആണ്. അപ്പോൾ ഇത് ഓപ്പൺ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പ്ലാസ്റ്റിക് പൊതിയിട്ട് ഡയറക്റ്റ് എവിടെ നടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് സ്പേസിംഗ് ഉണ്ട്. നമുക്ക് ഇപ്പം ഡിപ്പെൻഡ്സ് ഓൺ പ്ലാന്റ്. നമുക്ക് 30 സെൻറ്റിമീറ്റർ സ്പേസിംഗ് ഉണ്ട്, 40 സ്പേസിംഗ് ഉണ്ട്, 60 സ്പേസിംഗ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ റിക്വയർമെൻറ്റ്സ് പോലെ ഓരോ, ഇപ്പം നമ്മൾ പടവലം പോലെ സാധനങ്ങൾ നമ്മൾ 60 സെൻറ്റിമീറ്ററിൽ നടുന്നത്. അതുപോലെ നമ്മൾ 40 സെൻറ്റിമീറ്റർ നമ്മൾ ടൊമാറ്റോയൊക്കെ നടും, 30 സെൻറ്റിമീറ്റർ നമ്മൾ പാലക്ക്, ചീര, അങ്ങനെ സാധനങ്ങൾ സ്പേസ് നടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അതേപോലെ നമ്മൾ ഫ്ലവറും ചെയ്യുന്നുണ്ട്. എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ്, നമ്മൾ സേഫ്റ്റി വീട്ടിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് നമ്മൾ എക്കോളജിക്കൽ എഞ്ചിനീയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ബോർഡറിലും നമ്മൾ മെയ്സും മേരിഗോൾഡും നടുന്നുണ്ട്. അപ്പം ചോളവും നമ്മൾ ജമന്തി, ചെണ്ടുമല്ലി എന്ന് പറയും, ജമന്തി നടുന്നുണ്ട്. അപ്പം ജമന്തിയുടെ ഈ ബോർഡറിൽ നടുമ്പം പെസ്റ്റ് എല്ലാം വന്നിട്ട് അത് ഫുഡെന്ന് വെച്ചാൽ ട്രാപ്പ്, അതെ നമ്മൾ ട്രാപ്പ് ക്രോപ്പായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റിക്കി ട്രാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ യെല്ലോ സ്റ്റിക്കർ, ബ്ലൂ സ്റ്റിക്കർ, വൈറ്റ് കളർ 3 സ്റ്റിക്കി ട്രാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഫെറമോൺ ട്രാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ തുളസിക്കണി, പഴക്കണി, ഇങ്ങനെ മാക്സിമം നമ്മൾ ഏതൊക്കെ രീതിയിൽ ഈവൻ സോളാർ ട്രാപ്പ് ഉപയോഗിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് മാക്സിമം പെസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പെസ്റ്റിനെ മാക്സിമം കൺട്രോൾ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഡിസീസ് കൺട്രോൾ ഉണ്ടാവും. ഈവൻ വലിയ മഴ വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൈ നിൽക്കാത്ത സമയത്ത് നമ്മുടെ ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റിനെ അപ്രോച്ച് ചെയ്യും. അവരുടെ റെക്കമെൻഡേഷൻ ഡെഫിനറ്റ്ലി അവരുടെ റെക്കമെൻഡേഷൻ. കാര്യം അല്ലാതെ നമുക്ക് കൊമേഴ്ഷ്യലി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഫിഷ് അമിനോ ഉപയോഗിക്കുന്നത് നമ്മൾ കോസ്റ്റ്ലി ഏരിയ, ഞാൻ ചെയ്യുന്ന കോസ്റ്റ്ലി ഏരിയയാണ്, നമുക്ക് ആവശ്യമുള്ള ഫിഷ് കിട്ടും. അപ്പം ഫിഷ് അവൈലബിൾ ഉള്ള സമയത്ത് ഹാർബർ ബി മേടിച്ച് ഞങ്ങൾ ഫിഷ് അമിനോ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുകയോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലോ കോസ്റ്റ് പ്രൊഡക്ഷനാണ്. നമ്മളിപ്പം ഈ ഫിഷർമാൻ ഉപയോഗിക്കുന്ന വലകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഈ പന്തലിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ കമ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമ്മൾ കാറ്റാടി കഴിക്കുന്ന നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ അക്കേഷ്യ ഇപ്പം എല്ലായിടത്തും കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട്, അപ്പോൾ എവിടെ
എവിടെയൊക്കെ മുറിക്കുന്നുണ്ടോ അതെല്ലാം ഞങ്ങൾ പ്രൊക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ലോക്കലി അവൈലബിൾ ലോ കോസ്റ്റ് അതെ മെറ്റീരിയൽ. അതെ, ഈവൻ ഓർഗാനിക് മെനൂർ പോലും ഞങ്ങൾ പല പോൾട്രി ഡയറി ഫാമോട് ടൈപ്പാണ്. അപ്പോൾ അവരുടെ ഒരു ബാച്ച് കഴിയുമ്പോൾ ഏകദേശം 5 ടൺ 10 ടൺ സാധനം നമ്മൾ ഫാമിൽ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരു സയന്റിഫിക് വേയിൽ, ഒരു പ്രോപ്പർ പ്ലാൻഡ് വേയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ക്രോപ്സ് ആണ് നിങ്ങൾ എടുക്കുന്നത്? വെജിറ്റബിൾ മോർ ദാൻ 35 വെറൈറ്റീസ് വെജിറ്റബിൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട് ഒന്ന് പപ്പായ ഉണ്ട്, വാട്ടർമെലൺ, മസ്ക് മെലൺ, നമുക്കതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറി ടൊമാറ്റോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കോവൽ, വെള്ളരി വർഗ്ഗ വിളകളെല്ലാം ചെയ്യുന്നുണ്ട്. തണ്ണിമത്തൻ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് കോസ്റ്റ്ലി ഏരിയ ആണ്, നമുക്ക് ഫ്ലഡ് വരില്ല, നമുക്ക് എത്ര മഴ പെയ്താലും വെള്ളക്കെട്ട് ഉണ്ടാവില്ല. അപ്പം തണ്ണിമത്തൻ നമ്മൾ സ്ഥിരമായിട്ട് നല്ല ഡിമാൻഡുമാണ്, നല്ല ഡിമാൻഡാണ്. നമ്മൾ ഫ്രഷ് കട്ടായിട്ട് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഒരു 4-5 വെറൈറ്റി ഒരുമിച്ച് അങ്ങ് ചെയ്യും. അപ്പം പിന്നെ കാര്യം നമുക്കിപ്പം ക്ലൈമറ്റ് മാറുന്ന ശേഷം നമുക്ക് ഏതാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോ ഇതിലും. അപ്പം നമ്മൾ ഒരു 4-5 വെറൈറ്റി അങ്ങ് ചെയ്യും. യെല്ലോ കളറുണ്ട്, റെഡ് ഉണ്ട്, ഈവൻ നല്ല ഫുട്ബോൾ ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ നമ്മളിടയ്ക്ക് പട്ടി പാൻ സ്കോഷ് എന്നുണ്ട്, നമ്മുടെ IHRൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു സ്കോഷാണ്. പക്ചോയി, ലവൺ, ലീഫി വെജിറ്റബിൾസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നെ സുച്ചിനി, ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് കസ്റ്റമേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. കാരണം കസ്റ്റമറും ഫാർമറും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ഉണ്ടോ അതോ? എനിക്ക് ആക്ച്വലി B2C ഉണ്ടായിരുന്നു. ഞാൻ കസ്റ്റമറായിട്ട് ഡയറക്റ്റ് ഡെലിവറി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. കാര്യം ഞങ്ങളിപ്പം കുറേ പ്രൊഡക്ഷൻസ് ആയിട്ട് നമുക്ക് സ്ട്രോങ് ആക്കുന്നത് ഇപ്പം ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഞങ്ങളിപ്പം B2B ആണ്. കുറച്ച് ഷോപ്സ് ഉണ്ട്. അതെ, ഡയറക്റ്റ് ബിസിനസ് ആണ്. കുറച്ച് ഷോപ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ഹോർട്ടികോപ്പിൻ്റെ പ്രീമിയം കൗണ്ടർ ഉണ്ട്. പിന്നെ കുറച്ച് സൂപ്പർ മാർക്കറ്റ്സ്, അതുപോലെ നമ്മുടെ കൃഷിഭവൻ്റെ എക്കോ ഷോപ്സ്, ഇതെല്ലാം നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് സോ നൈസ് സുജിത്ത്. താങ്കളുടെ ഈ ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, നിങ്ങളൊരു MBA ആണ്, അപ്പോൾ ആ ഒരു എക്സ്പെർട്ടൈസ് എന്തായാലും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് സേഫ് ടു ഈറ്റ് ഫുഡ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്ലസ് ഇതിനെ എങ്ങനെയാണ് ഇനിയും കൂടെ വിപുലീകരിക്കുന്നത്, എല്ലാ പ്ലാൻസും നിങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ ആശംസകളും. നാടൻ അഗ്രോടെക് ഇനിയും മുന്നോട്ട് പോകട്ടെ. വളരെ നന്ദി. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.